ആ വെറുതെ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സിഞ്ചൻ ആവശ്യമില്ലാണ്ട് എന്നെ ഷോറൂമിലോട്ട് വരാൻ പറഞ്ഞാൽ എന്തു ആവോ. ശമ്പളം തരാനായിരിക്കും അല്ലേ. കുഴപ്പമില്ല, ഷോറൂമിൻ്റെ അകത്ത് ഇടിച്ച് കയറ്റാം. പിന്നെ അല്ല. അതാണ്ട് സിഞ്ചാൻ അവിടെ എന്താ അന്തം വിട്ട കുന്തം പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. നിനക്ക് നോക്കട്ടെ. എടാ സിഞ്ചാനെ, എന്തിനാടാ എന്നെ വരാൻ പറഞ്ഞേ? അതെ ഫ്രാങ്ക്ലിൻ ഭായ്, ആ TV ഒന്ന് കാണും. എന്താ ന്യൂസ് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഈ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്മാൻ വന്നെത്തിയിരിക്കുകയാണ്. ആഹാ, നല്ല ബിസിനസ്മാൻ. ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് മാറ്റി നോക്കാം ലോസ് ആൻഡോസിനെ. ഇയാൾ വന്നോ? എന്റെ പൊന്നോ, എന്നാ ഇപ്പൊ എന്ത് ചെയ്യും നമുക്ക്? അങ്ങേരെ കാത്താണ് ഞാൻ ഒത്തിരി നാളായിട്ട് നിന്നോണ്ടിരിക്കുന്നത്. അങ്ങേരെ എങ്ങനെ പോയാലും കൊല്ലണം, ഇല്ലെങ്കിൽ നമ്മുടെ ലോസ് ആൻഡോസ് എന്നെ കംപ്ലീറ്റ് നശിഞ്ഞു പോകും. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ പറയണ. അങ്ങേരെ ഒരു വലിയ ബിസിനസ്മാൻ ആണ്. അങ്ങേരെ ചുറ്റി ഫുള്ള് പോലീസും പട്ടാളക്കാരും എല്ലാവരും ഉണ്ടാവും. പക്ഷെ എങ്ങനെ പോയാലും അങ്ങേരെ കൊല്ലണം. ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ സിഞ്ചാനെ, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം, ഗെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. നീ വെയിറ്റ് ചെയ്ത് നിന്നോടാ. ഇന്ന് അവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെയാണ്. നോക്കട്ടെ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ മിഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ആദ്യം എൻ്റെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. നമ്മൾ നേരെ പോയി ആദ്യം നമ്മുടെ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യാം. ആദ്യം ആ തുണിക്കടയിൽ പോട്ടെ ആദ്യം. ഇന്ന് അവൻ കൊല്ലണം. അവനെ വേണ്ടിയാണ് ഞാൻ ഒത്തിരി നാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ വിചാരം അവൻ്റെ അടുത്ത് കുറേ പണമുണ്ട്, ഈ സിറ്റി തന്നെ കംപ്ലീറ്റ് ചേഞ്ച് ആക്കാനാണ്. പക്ഷെ അങ്ങനെ ഞാൻ വിടത്തില്ല. അവൻ സിറ്റി ചേഞ്ച് ആക്കത്തില്ല, നശിക്കുകയേ ഉള്ളൂ. താണ്ട് കടയിൽ വന്നു. ഇനി നമ്മൾ ആ ഗെറ്റപ്പ് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾ വന്ന് കാണാം ഗൈസ്. ആ ഗെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ പിടിപെട്ടാലും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി ഒളിയണം. എന്നിട്ട് ഗെറ്റപ്പൊക്കെ അങ്ങ് അയച്ചിട്ട് വരാം. ആർക്കും ഡൗട്ട് വരത്തില്ല. ഇപ്പം നേരെ പോയി നമ്മൾ സിഞ്ചാനെ വിളിച്ചിട്ട് നമ്മുടെ മിഷൻ നടത്തുന്ന സ്ഥലത്ത് പോവാം. അവൻ്റെ വിചാരം അവൻ വന്നിട്ട് ഇവിടെ ഫുള്ള് മാറ്റുമെന്നാണ്. അവൻ വലിയ ബിസിനസ്മാനാണ്, പ്രസിഡൻ്റ് ഒന്നും അല്ലല്ലോ. ഇന്ന് അവനെ കൊല്ലും ഞാൻ. ഈ ഫ്രാങ്ക്ലിൻ എവിടെ പോയി കിടക്കുകയാണെങ്കിൽ ഇനിയും വന്നില്ലല്ലോ. എത്ര നേരം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന. പുതിയ BM ഒക്കെ എടുത്തു കേട്ടോ. എടാ സിഞ്ചാനെ, സോറി എടാ, ചെറുതായിട്ട് താമസിച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട്. എടാ നീ ഗണ്ണ് മേടിച്ചോ? ഇല്ല, ഞാൻ തന്നെ പോയി മേടിച്ചിട്ട് വരാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യ്. ഇന്ന് അവനുണ്ട്. ഭയ്യ, ഒരു നല്ലൊരു ഗണ്ണൊന്ന് താ ഭയ്യ. ബായ്, ഒരു നല്ലൊരു ഗണ്ണൊന്ന് എടുത്തു കൊടുത്തേ. ഇന്ന് അവനുണ്ട്. എടാ സിഞ്ചാനെ നിൽക്ക്, ഞാൻ കാറൊന്ന് തിരിച്ചിട്ട് വരാം. നമുക്ക് കയറാം. എന്നിട്ട് എയർപോർട്ടിൽ പോയിട്ട് അവനെ കൊല്ലണം. അവൻ ബിസിനസ്മാനാണെന്ന് പോലും. നിൽക്ക്, നമുക്ക് നേരെ പോയി കൊല്ലാം നമുക്ക്. എടാ സിഞ്ചാനെ, നീ കയറി. നീ എന്താ കയറാത്തെ? പെട്ടെന്ന് കയറടാ. വരുവാ ബായ്, വരുവാ ഫ്രാങ്ക്ലിൻ ബായ്. നിക്ക് കയറട്ടെ. എന്നാ വിട്ടോ ബായ്. കേട്ടോ സിഞ്ചാനെ, ഇതാണ് നമ്മുടെ പ്ലാൻ. നേരെ പോയി നമ്മുടെ കാറ് എയർപോർട്ടിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അകത്ത് കയറണം. എന്നിട്ട് വേണം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ കാറൊന്നും കൊടുക്കത്തില്ല കേട്ടോ. എടാ സിഞ്ചാനെ, നീ ശ്രദ്ധിച്ച് കേൾക്ക്. നമ്മൾ ആദ്യം പോയി ഈ കാറ് നമ്മൾ പാഴ്സൽ അയക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം. എന്നിട്ട് വേണം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അല്ലാഞ്ഞിട്ട് വെറുതെ അകത്ത് കയറിയാൽ വിടത്തില്ല കേട്ടോ. അവർക്ക് സംശയം വരും. ഗണ്ണൊക്കെ ഈ കാറിൻ്റെ അകത്താണ് ഉള്ളത്. നമുക്ക് എന്തായാലും സെറ്റാക്കാം. നമ്മുടെ സ്നൈപ്പർ കുട്ടനൊക്കെ അകത്താണ് ഉള്ളത്. നിങ്ങൾക്ക് ആദ്യം പോയിട്ട് ആ പാഴ്സൽ ചെയ്യുന്ന ആ സ്ഥലത്ത് പോയി നമ്മൾ വണ്ടി അങ്ങ് വിടാം. നേരെ പോയിട്ട് അതാണ്ട് ആ ചേട്ടന്മാരുണ്ട്, അവന്മാരുടെ അടുത്ത് ഞാൻ പോയി പറഞ്ഞിട്ട് വരാം എല്ലാ കാര്യങ്ങളും. നീ കാറിനകത്ത് ഇരുന്നോ. നീ കാറ് വിട്ട് പുറത്ത് ഇറങ്ങല്ലേ കേട്ടോ. പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ചെറുക്കൻ. അകത്ത് കയറാ. അത് ചേട്ടാ, ഞാനിങ്ങനെ വണ്ടി പാഴ്സൽ ചെയ്യണം. വിട്ടിട്ട് പോ മോനെ, ഞാൻ നോക്കിക്കോളാം. എന്നാൽ ഓക്കെ ചേട്ടാ, ഞാൻ പോവാണ്. എടാ സിഞ്ചാനെ, നീ വാ, നമുക്ക് പോയിട്ട് നമ്മുടെ മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. കാർ ഇവിടെ തന്നെ വെച്ചോ. ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. സ്നൈപ്പർ എൻ്റെ ഷർട്ടിൻ്റെ അകത്താണ് ഉള്ളത്. ആർക്കും കണ്ടുപിടിക്കാനും പറ്റത്തില്ല. നേരെ പോവാ. അവിടെ പോയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് നമുക്ക് നോക്കാം. ഓടാൻ പറ്റുന്നില്ല. എന്തുവാ സിഞ്ചാനെ, നീ തിരിഞ്ഞിരുന്നോ? നീ ഒന്നും ഇത് കാണാൻ പാടില്ല. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി എടുക്കുവാണെ, സീരിയസിനല്ല കേട്ടോ. ഇന്ന് അവനെ ഷൂട്ട് ചെയ്യാനാ. അവൻ എത്ര പേരാ ഉള്ളത്? ഞാൻ ഷൂട്ട് ചെയ്തോളാം. ഗൈസ്, പാർട്ട് 2 ജസ്റ്റ് പാർട്ട് 2 കമന്റ് അടിക്കുക ഗൈസ്.